ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട വിശ്വനാഥപുര ക്ഷേത്രത്തിൽ SNBS സമാജം, SNYS, SNDP യോഗം, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയും പൊതുസമ്മേളനവും കലാമത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. SNBS സമാജം സെക്രട്ടറി വിശ്വംഭരൻ മുകുളം സ്വാഗത പ്രസംഗം നടത്തുകയും SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയും നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജന്മദിന ആഘോഷങ്ങൾ ഇത്തവണ നമ്മൾ ആഘോഷിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. തീർച്ചയായും SNDPയുടെ അല്ലെങ്കിൽ LSSന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ജാതീയ സംഘടനകളുടെയും ഒക്കെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സഹകരണം നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയ സഹായമാവും. മുനിസിപ്പൽ ഭരണത്തിലും അന്ന് തദ്ദേശ സ്വയംഭരണത്തിലുള്ള തദ്ദേശമായില്ല അല്ലെങ്കിൽ ലോക്കൽ ബോഡി സംവിധാനത്തിലുള്ള ഏതൊരു ഭരണ സംവിധാനത്തിലും പ്രാദേശികമായിട്ടുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ജാതീയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ജാതിയെന്ന് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാക്ക് വീണ്ടും പറയുകയാണ്, എല്ലാ മനുഷ്യനും ഒരു ജാതി ഒരു മതം തന്നെയുള്ളൂ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പറഞ്ഞതുപോലെ തന്നെ അപരന് സുഖമായിട്ട് ആവാൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അപരനും കൂടി സുഖം ഉണ്ടാവട്ടെ, അത് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം, എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പറയുകയും എല്ലാവരോടും കൂടി നല്ലൊരു ഓണം നമുക്കില്ല. ഇപ്രാവശ്യം വലിയ ഓണാഘോഷമില്ല, എനിക്കറിയാലോ, കാരണം നമുക്ക് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ ഓണാഘോഷമൊക്കെ ചുരുക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു നല്ല 1200-ാം ആണ്ടിലെ ആദ്യത്തെ ഓണമാണ് വരാൻ പോകുന്നത്. നമ്മളെല്ലാം പുതിയ ആണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പം എല്ലാ ഓണാഘോഷങ്ങളും നേരുന്നു. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ഒരു ജയന്തി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. SNDP യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം അനുഗ്രഹ ഭാഷണം നടത്തുകയും ഒരു ശരീരമല്ല അറിവാണ് എന്ന് നമ്മളോട് ഉത്ബോധിപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? നാം ശരീരമല്ല അറിവാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണ്, അറിവ് എന്നത് ദൈവമാണ്. ആ ദൈവതുല്യനായ ശ്രീനാരായണ ഗുരുദേവൻ 1903 ഡോക്ടർ പൽപ്പും കുമാരനാശാനും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനം, അതാണ് SNDP യോഗം.
ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. ഓരോ വർഷം വരുമ്പോഴും ശ്രീനാരായണ സന്ദേശങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത്. രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് സംഘടനകളുടെ ചുമതലയായി രാജ്യത്തെ ഉച്ചനീതിയുടെ സംഘടന സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ ഭാരതത്തിൽ വലിയ ഉച്ചനീതികളുണ്ടായിരുന്നു, വലിയ അസമത്വങ്ങളായിരുന്നു. ഇപ്പോൾ രാജ്യത്തെ എങ്ങനെ സമമായിട്ട് ജനങ്ങളുണ്ടാകുന്ന വലിയ പരിശ്രമത്തിലായിരുന്നു. അതിന് നേതൃത്വം വഹിക്കുന്നത് ശ്രീനാരായണ അവതാരനായവർക്ക് സാധിച്ചു. കലാ, കായിക, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ലോകപരിവർത്തനത്തിൻ്റെ ആചാര്യനായ ശ്രീനാരായണ ഗുരു സാഹോദര്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി മാനവികതയ്ക്ക് മുമ്പിൽ കർമ്മനിരതനായ വ്യക്തിത്വമാണ് എന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. ക്ഷേത്ര ന്യൂസ്, തൃശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.